ഷാനയിൽ എന്ന് പറയുമ്പോൾ പൊതുവേ ഓർമ്മ വരുന്നത് ബ്ലൂ ഡേ ഷാനലായിരിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ബ്ലൂ ഡേ ഷാനലിനേക്കാൾ ഒന്ന് ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു പെർഫ്യൂമാണ് പ്ലാറ്റിനം എഗോയിസ്റ്റ്. പക്ഷേ പ്ലാറ്റിനം എഗോയിസ്റ്റ് എന്തുകൊണ്ട് പലരും സജസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം പെർഫ്യൂം മറ്റാരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു പെർഫ്യൂം വേണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. പലരും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ പെർഫ്യൂം ഓയിൽ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ പെർഫോമൻസ് കൂടും. ഒരിക്കലും അത് ശരിയാവണമെന്നില്ല. കാരണം പെർഫ്യൂം ഓയിൽ കോൺസെൻട്രേഷൻ കൂടും തോറും പ്രൊഡക്ഷൻ കമ്മിയാകും, പക്ഷേ ഷർട്ടിൽ ലോങ്ജിവിറ്റി കൂടും. ഇത് എല്ലാ പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് വില എന്ന് പറയുന്നത് ഏകദേശം 12,000 മുകളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഏകദേശം ഇതിന് സിമിലാരിറ്റി ഉള്ള ഒരു 1000 രൂപയിൽ താഴെ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഷാനലിൻ്റെ പ്ലാറ്റിനം എഗോയിസ്റ്റ് 1993 ഏകദേശം 30 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു പെർഫ്യൂമാണ് പ്ലാറ്റിനം എഗോയിസ്റ്റ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ജാക്കോസ് പോൾജ് എന്നുള്ളൊരു പെർഫ്യൂമറാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പെർഫ്യൂമറാണ് ജാക്കോസ് പോൾജ്. അദ്ദേഹം നിർമ്മിച്ച ഒരു പെർഫ്യൂമാണ് ഷാനൽ പ്ലാറ്റിനം എഗോയിസ്റ്റ്. അത് ഓഡറ്റോൾട്ട കോൺസെൻട്രേഷനാണ്. ഷാനലിൻ്റെ റഡാറിൽ പെടാത്ത അല്ലെങ്കിൽ പലരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു ടൈംലെസ് ക്ലാസിക് മസ്കുലിൻ ഒരു ആർട്ടിസ്റ്റിക് വൈബ് തരുന്ന ഒരു പെർഫ്യൂമാണ് പ്ലാറ്റിനം എഗോയിസ്റ്റ്. ഇപ്പോൾ ബോക്സ് ഒരു ചെറിയൊരു ബോക്സ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്, ഒരു സിൽവർ ഫിനിഷിങ്ങോട് കൂടി. വലിയ ക്വാളിറ്റി ഒന്നുമില്ല ബോക്സിന്. ഒരു പഴയ ഒരു 93 ഇറങ്ങിയത് കൊണ്ട് തന്നെ അത്രയും വലിയൊരു ക്വാളിറ്റി പ്രതീക്ഷിക്കാനില്ല. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, പിറകെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഷാനലിൻ്റെ ലോ പ്ലാറ്റിനം. ഇതാണ് ബോട്ടിൽ ഡിസൈൻ. ഓക്കെ, ഞാനിത് ബോട്ടിൽ തുറന്നതേ ഉള്ളൂ കേട്ടോ, ഇവിടെ മുഴുവൻ മണമായി. ഇപ്പോൾ ബോട്ടിൽ ഡിസൈനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു 30 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു ബോട്ടിൽ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെയാണ് ബോട്ടിൽ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഒരു ആഫ്റ്റർ ഷവറിൻ്റെ ലുക്ക് തരുന്ന ബോട്ടിൽ ഡിസൈൻ, കുഴപ്പമില്ലാന്ന് വേണമെങ്കിൽ പറയാം. താഴെ ഷാനലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാച്ച് കോഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ക്യാപ്പ് പ്ലാസ്റ്റിക്കാണ്, പുറമെ ഒരു മെറ്റൽ ഫിനിഷോട് കൂടി കൊടുത്തിട്ടുള്ളൊരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാണ്. ക്യാബ് ഡിസൈനെ കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. ടോപ്പിലെ ഷാനലിൻ്റെ ലോഗോ. ഇതെന്ന് പറയുന്നത് ഒരു സൂപ്പർ അരോമാറ്റിക് സ്മെല്ല് തരുന്ന ഒരു പെർഫ്യൂമാണ്. ടോപ്പ് നോട്ട് പറയുമ്പോൾ അരോമാറ്റിക്, അത് കഴിഞ്ഞ് ഫ്രഷ് സ്പൈസി, കുറച്ച് ലാവൻഡർ, പിന്നെ ഒരു ഗ്രീൻ ഹെർബൽ സ്മെൽ, അത് കഴിഞ്ഞിട്ട് ടോട്ടൽ ഒരു വൂഡി നോട്ടായിട്ട് മാറും. ഇതാണ് എൻ്റെ നോട്ട്. ഇത് ശരിക്കും ടോപ്പ് നോട്ട് പറയുമ്പോൾ ലാവൻഡർ, റോസ്മേരി, നെറോലി, പെരിറ്റ് ഗ്രീൻ. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ജെറാനിയം, ഗ്ലാരിസേജ്, ഗാൽബാനം, ജാസ്മിൻ. ബേസ് നോട്ടിൽ വരുമ്പോൾ ഓക്മോസ്, വെട്ടിവർ, സീതാർ, സാൻഡൽവുഡ്, ആംബർ. ഇപ്പോൾ കുറേ നോട്ടുണ്ട്, കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു നോട്ട് തന്നെയാണ് ഈ ഒരു പെർഫ്യൂം. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. സ്പ്രേയുടെ വലിയ കുഴപ്പമില്ല. ജ്യൂസ് നല്ല തിക്കാട്ടോ. ടോപ്പ് നോട്ട് എന്ന് പറയുന്നത് റോസ്മേരിയും ലാവൻഡർ, റോസ്മേരി, കുറച്ച് ഹെർബൽ നോട്ട് ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ അരോമാറ്റിക്, ഒരു മെറ്റാലിക്, മസ്കുലിൻ, ടൈംലെസ്, ക്ലാസിക്, ഒരു എനർജി തരുന്ന ഒരു മണം. നമുക്ക് ലാവൻഡറിൻ്റെ നോട്ട് നന്നായിട്ട് കിട്ടും. ഓപ്പണിങ്ങിൽ തന്നെ ലാവൻഡർ കുറച്ചൊക്കെ ബാർബർ ഷോപ്പ് പെർഫ്യൂമിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു DNA ഉണ്ട്. അതുപോലെ തന്നെ ഒരു ആഫ്റ്റർ ഷവറിൻ്റെ ഒക്കെ ഒരു ഫീൽ കിട്ടും. പഴയ ഓൾഡ് സ്പേസ് അതിൻ്റെയൊക്കെ ചെറിയൊരു ഫീൽ കിട്ടുന്നുണ്ട്. കൂടുതലും കിട്ടുന്നത് ഒരു ലാവൻഡറിൻ്റെ മണം. പിന്നെ കുറേയേറെ ഡ്രൈ റോണിലൊക്കെ വരുമ്പോൾ ഒരു മാജിക്കാണ്. നമുക്ക് ആ ഒരു സാൻഡൽവുഡിൻ്റെയും ഓക്മോസിൻ്റെയും സീഡാർ വുഡിൻ്റെ ഒക്കെ ഒരു മണം നമുക്ക് കിട്ടും. അപ്പോൾ ഓപ്പണിങ് നല്ലൊരു ഓപ്പണിങ്ങാണ്, നല്ലൊരു പെർഫ്യൂമാണ്. വളരെ യുണീക്കായിട്ടുള്ളൊരു മണമാണ് പ്ലാറ്റിനം എഗോയിസ്റ്റിൻ്റേത്. പെർഫ്യൂംസ് കളക്ടേഴ്സിൻ്റെ കയ്യിലൊക്കെ ഈ ഒരു പെർഫ്യൂം ഇരിക്കുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഷാനൽ എന്ന് പറയുമ്പോൾ പൊതുവേ ഓർമ്മ വരുന്നത് ബ്ലൂ ഡേ ഷാനലായിരിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ബ്ലൂ ഡേ ഷാനലിനേക്കാൾ ഒന്ന് ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു പെർഫ്യൂമാണ് പ്ലാറ്റിനം എഗോയിസ്റ്റ്. പക്ഷേ പ്ലാറ്റിനം എഗോയിസ്റ്റ് എന്തുകൊണ്ട് പലരും സജസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതൊരു യുണീക്കാണ്. നമുക്ക് ബ്ലൂ ഡേ ഷാനൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് വാങ്ങാൻ പറ്റുന്ന തരത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതി, ഇതും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ബ്ലൂ ഡേ ഷാനൽ കുറച്ചും കൂടി എന്താ പറയുക, പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരെണ്ണമാണ് ബ്ലൂ ഡേ ഷാനൽ. നമുക്ക് ഏത് സ്റ്റോറിൽ ചെന്നാലും ബ്ലൂ ഡേ ഷാനൽ ട്രൈ ചെയ്യാൻ പറ്റും.
അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ആൾക്കാർ എത്തിപ്പിടിക്കുന്നതാണ് ബ്ലൂ ഡേ ഷാനൽ. പക്ഷേ എനിക്ക് ബ്ലൂ ഡേ ഷാനലിനേക്കാൾ കുറേ കൂടി ഇഷ്ടപ്പെട്ടത് പ്ലാറ്റിനം എഗോയിസ്റ്റാണ്. പെർഫ്യൂം കളക്ടർ എന്ന നിലയിൽ, അല്ലെങ്കിൽ പെർഫ്യൂംസ് അത്യാവശ്യം ട്രൈ ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഈ പ്ലാറ്റിനം എഗോയിസ്റ്റ് ഒരു വൺ ഓഫ് എ കൈൻഡ് പെർഫ്യൂമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങി അടിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് എനിക്ക് അവൻ ഇരുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ഭയങ്കര മണമാണ് കിട്ടിയത്. അത് കഥ തുറന്ന് ചെന്നപ്പോൾ വല്ലാത്തൊരു അനുഭൂതി കിട്ടി. നമുക്ക് പറയാൻ വാക്കുകൊണ്ട് നിർവചിക്കാൻ പറ്റാത്ത ഒരു തരം ഒരു അനുഭൂതി. ചില പെർഫ്യൂമിലൊക്കെ അങ്ങനെ ഒരു അനുഭൂതി സൃഷ്ടിക്കാൻ കഴിവുണ്ട്. ചില പെർഫ്യൂം നല്ല മണമായിരിക്കാം, പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ഓർമ്മകളോ അല്ലെങ്കിൽ അത്തരം ഓർമ്മകളെ ട്രിഗർ ചെയ്യുന്ന പലതിനും അങ്ങനെ തോന്നാറില്ല. പക്ഷേ ഈ ഒരു പെർഫ്യൂം അടിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നി. ഒരു ഓൾഡ് ക്ലാസിക് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. നമ്മളിത് ഏത് ഒക്കേഷനിൽ പറ്റുമെന്ന് ചോദിച്ചാൽ ഓഫീസിൽ ഇരിക്കുന്നവർക്ക്, AC-യിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട വളരെ സേഫായിട്ടുള്ള, എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം മറ്റാരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു പെർഫ്യൂം വേണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഓഫീസിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ കാഷ്വലായിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാം. EDT കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് തന്നെ പ്രൊജക്ഷൻ കൂടുതലായിരിക്കും, ലോങ്ജിവിറ്റി മോഡറേറ്റ് ആയിരിക്കും. ഈ പെർഫ്യൂം ഓയിൽ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ പലരും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ പെർഫ്യൂം ഓയിൽ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ പെർഫോമൻസ് കൂടും. ഒരിക്കലും അത് ശരിയാവണമെന്നില്ല. കാരണം പെർഫ്യൂം ഓയിൽ കോൺസെൻട്രേഷൻ കൂടും തോറും പ്രൊജക്ഷൻ കമ്മിയാകും, പക്ഷേ ഷർട്ടിൽ ലോങ്ജിവിറ്റി കൂടും. ഇത് എല്ലാ പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാനും പറ്റില്ല. ഉദാഹരണത്തിന് YSL കുറോസ് EDT കോൺസെൻട്രേഷനാണ്, പക്ഷേ അതിൻ്റെ പെർഫോമൻസ് കുറോസ് ഉപയോഗിച്ചവർക്കറിയാം അൾട്രാ ബീസ്റ്റ് മോഡ് പെർഫോമൻസാണ്. അപ്പോൾ പിന്നെ ഒരു പെർഫ്യൂമിൻ്റെ പെർഫോമൻസ് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. പലരുടെയും അറിയാമല്ലോ, അതിന് പ്രത്യേകിച്ച് വലിച്ചു നീട്ടേണ്ട കാര്യമില്ല. പെർഫ്യൂമിൻ്റെ പെർഫോമൻസും പേഴ്സൺ ടു പേഴ്സൺ വളരെ സബ്ജക്റ്റീവാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് കിട്ടുന്ന പെർഫോമൻസ് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്, എനിക്ക് കിട്ടുന്ന മണമായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ എൻ്റെ വീക്ഷണത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ മാറ്റങ്ങളും വ്യത്യാസങ്ങളും തോന്നിയേക്കാം. അത് തീർത്തും പെർഫ്യൂം എന്ന് പറയുന്നത് സ്വകാര്യമായ കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് പ്ലാറ്റിനം ഇഗോസ്റ്റെ. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഒന്ന് അനുസ്മരിക്കേണ്ട ഒരു മണം തന്നെയാണ് ഈ പെർഫ്യൂം. കുറേ പെർഫ്യൂം ബ്ലൂഡ്, അക്വാട്ടിക്, സ്വീറ്റൊക്കെ ട്രൈ ചെയ്തവർക്ക് മടുത്തും. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യാം. തുടക്കക്കാരൻ നിലയ്ക്ക് സേഫായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഇനൊഫൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. പെർഫ്യൂം മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുതെന്ന് സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം വാങ്ങാം. വളരെ ലൈറ്റ് ആയിട്ടുള്ള മണമാണ്, ഓഫീസിലൊക്കെ ഉപയോഗിക്കാം. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം, അത്യാവശ്യം ഒരു 4-5 മണിക്കൂർ ലോങ്ജിവിറ്റി എനിക്ക് കിട്ടുന്നുണ്ട്. ഷർട്ടിൽ ഒരു 6-7 മണിക്കൂർ കിട്ടുന്നുണ്ട് ലോങ്ജിവിറ്റി. ഞാൻ ബോഡിയിൽ അടിക്കാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഞാൻ ബോഡിയിൽ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഷർട്ടിൽ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഷർട്ടിൽ ഒരു 5-6, ചിലപ്പോഴൊക്കെ മാക്സിമം 6 മണിക്കൂറിലപ്പുറം ലോങ്ജിവിറ്റി കിട്ടിയിട്ടുണ്ട് കാലാവസ്ഥയ്ക്കനുസരിച്ച്. പ്രൊജക്ഷൻ ആദ്യത്തെ 1-1.25 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. പിന്നീട് അത് വളരെ ക്ലോസ് ആകും. ആദ്യത്തെ 1 മണിക്കൂർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ അല്ലെങ്കിൽ സിയാജ് രൂപപ്പെടുന്നുണ്ട്. പിന്നെ കാലാവസ്ഥ, ഇതെനിക്ക് തോന്നുന്നു ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം. അത്തരത്തിലുള്ള നോട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് സമ്മർ സീസണിൽ ഓഫീസിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല മണമാണിത്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിലർക്ക് പെർഫ്യൂം തലവേദന ഉണ്ടാക്കാറുണ്ട്. ചില നോട്ടുകൾ, ഇപ്പോൾ ആംബ്രോക്സ് അതുപോലെ തന്നെ ചില കണ്ടൻറ്റുകളൊക്കെ ചിലർക്ക് വളരെ പൊട്ടൻ്റ് ആയിരിക്കും, വളരെ തലവേദന മൈഗ്രൈൻ സൃഷ്ടിക്കുന്നതായിരിക്കും. പക്ഷേ ഇത് വളരെ ലൈറ്റായിട്ടുള്ള പെർഫ്യൂമാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കുക. ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനൊക്കെ കൊള്ളാം, നല്ലതാണ്. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കുക, നന്നായിട്ട് അടിക്കുക. പെർഫ്യൂം 3-4 സ്പ്രേ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് ഒന്നും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ കിട്ടില്ല. അത് ഒരു പെർഫ്യൂമിലും കിട്ടില്ല. നിങ്ങൾ അത് അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. പേഴ്സണലി ഞാൻ പറയുകയാണ്, നമ്മൾ നന്നായിട്ട് അടിച്ചാൽ മാത്രമേ നല്ല രീതിയിലുള്ള പ്രൊജക്ഷൻ കിട്ടൂ. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് അടിക്കുക, ഏത് പെർഫ്യൂമും നന്നായിട്ട് അടിക്കുക. പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം ആണെങ്കിൽ നിങ്ങളത് ലൈറ്റായിട്ട് അടിക്കുക. ചില പെർഫ്യൂമിനൊക്കെ നന്നായിട്ട്, ഒരു ഒട്ടുമിക്ക പെർഫ്യൂമിനും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അടിക്കണം. അപ്പോൾ ഊത് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം ആണെങ്കിൽ അത് 2-3 സ്പ്രേ കൊണ്ട് നിർത്തുക. ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് അടിക്കേണ്ട പെർഫ്യൂമാണ്. പക്ഷേ മണം ഒരു രക്ഷയില്ലാത്ത മണം, ഉറപ്പായിട്ടും കോംപ്ലിമെൻറ്റ്സ് കിട്ടും.
കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്ന തരത്തിലുള്ള DNA ആണ്. പ്രായം ഇതൊരു 25 എബോ ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പെർഫ്യൂമാണ്. 25 എബോ. ഫോർ മെന്നാണ്. യൂണിസെക്സ് എന്ന് പറയാൻ പറ്റില്ല, ഫോർ മെന്നാണ്. ഇതൊരു മസ്കുലിൻ സ്മെല്ലാണ്. പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. ഇപ്പോൾ കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഞാൻ അതുപോലെ പറയുന്നൊരു പെർഫ്യൂം YSL EDP ഒക്കെ നമുക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കാം. YSL മൈസെൽഫ് ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ പെർഫ്യൂം. ആ ഒരു ഗണത്തിലും പെടുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. വളരെ കാമാണ്, വളരെ സൈലൻ്റ് ആണ്. ഒരു അല്പം മെച്യൂരിറ്റി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു DNA ആണ് ഈ ഒരു പെർഫ്യൂം. നല്ല എക്സിക്യൂട്ടീവ് ഡ്രസ്സൊക്കെ ധരിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, വളരെ സൈലൻ്റ് ആയിട്ടുള്ള, അധികം എന്താ പറയുക, പുറത്തധികം ഒതുങ്ങിക്കൂടിയ ക്യാരക്ടറുള്ള ആൾക്കൊക്കെ നല്ല പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു പെർഫ്യൂമാണ്. വളരെ തന്മയത്തോടുകൂടി അല്ലെങ്കിൽ പക്വതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ പറ്റിയ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ജെൻറ്റിൽമാനൊക്കെ പറ്റിയൊരു പെർഫ്യൂം. അതാണ് എനിക്കൊരു പെർഫ്യൂമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മണം ഒരു രക്ഷയില്ല കേട്ടോ, നല്ല മണം, അടിപൊളി മണം. പെർഫ്യൂമിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 12,000 മുകളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിനൊരു ഓൾട്ടർനേറ്റീവായിട്ട് ഏകദേശം ഇതിന് സിമിലാരിറ്റി ഉള്ള ഒരു 1000 രൂപയിൽ താഴെ ഏകദേശം പ്ലാറ്റിനം എഗോസ്റ്റുമായിട്ട് മണം സിമിലാരിറ്റി ഉള്ളൊരു പെർഫ്യൂമാണ് എൽബാസോ ബൈ ലൊമാനി പാരീസിൻ്റെ. ഇതും അതുപോലുള്ളൊരു മണമാണ്, വളരെ യൂണീക്കായിട്ടുള്ള സ്മെല്ലിനാണ്. ഏകദേശം ഇതേപോലുള്ള മണം തന്നെയാണ് അതിന്. ഇത് 1000 രൂപയെ താഴെ വരുന്നുള്ളൂ. നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിവ്യൂ ഞാൻ വിശദമായിട്ടുള്ള റിവ്യൂ ഇടാം. ഇത് നിങ്ങൾക്ക് കണ്ടില്ലേ, ഒരു വിൻറ്റേജ് ബോട്ടിലുണ്ടല്ലേ. ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട കമൻറ്റിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇടാം. ഞാൻ ട്രൈ ചെയ്തിട്ട് റിവ്യൂ ഇടാം. ഇതൊന്ന് വാങ്ങിയതുള്ളൂ. പിന്നെ ഷനേൽ അല്യൂർ ഹോം സ്പോട്ട് എക്സ്ട്രീമാണ് എൻ്റെ സിഗ്നേച്ചർ പെർഫ്യൂം. ആ പെർഫ്യൂം വാങ്ങാൻ പോയിട്ട് അവസാനം വാങ്ങിയത് വേറൊരു സാധനം. അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടെ പറയാമെന്ന് വിചാരിച്ചു. സാധനം ഇതാണ്. ഇതൊരു ഷൂ ആണ്. പെർഫ്യൂം എടുക്കാൻ പോയിട്ട് ഒടുവിൽ എത്തിപ്പെട്ടത് ഈ ഒരു സാധനമാണ്. ഇതുവരെ ഇതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതും ഒന്ന് കണ്ടിരിക്കാമല്ലോ. പിള്ളതോ ഒനിറ്റ്സുഗ ടൈഗർ എന്നാണ് ഷൂസിൻ്റെ വില. ഷൂസിൻ്റെ പേര് ഏകദേശം 12,500 രൂപയാണ് ഇത് വില വരുന്നത്. അത്യാവശ്യം പലർക്കും അറിയാവുന്നൊരു ബ്രാൻഡാണ് ഈ ഒരു ബ്രാൻഡ്, ഒനിറ്റ്സുഗ ടൈഗർ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹൗസാണ് ഒനിറ്റ്സുഗ. ഇപ്പോൾ അത് അസറ്റ്സ് ഏറ്റെടുത്തോ എന്നറിയില്ല. അപ്പം ഇത് അവസാനം എത്തിപ്പെട്ടത് ഈ ഒരു സാധനമായി. പിന്നെ ഈ ഒരു ഷൂ പലരും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രാൻഡാണ് ഈ ഒരു ബ്രാൻഡ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ പറയുക, ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ റിവ്യൂ വേണമെങ്കിലിടാം. താല്പര്യമുള്ളവർക്ക് ഇഷ്ടം പറയാം. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നേ ഉള്ളൂ. കമൻറ്റിൽ വേണമെങ്കിൽ ഷൂസിൻ്റെ അഭിപ്രായം ആരെങ്കിലും വാങ്ങാൻ നിൽക്കുന്നവരുണ്ടെങ്കിലേ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിച്ചിട്ട് കൊള്ളാമെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പറയുക. ഞാനും ഉപയോഗിച്ചിട്ട് എൻ്റെ അഭിപ്രായം പറയാം. വറുത്താണോ ഇല്ലെന്ന് ഞാനും പറയാം. അപ്പോൾ ഈ ഒരു ഷൂസ് ഒനിറ്റ്സുഗ ടൈഗറിൻ്റെ അവരുടെ വെബ്സൈറ്റിലും ഉണ്ട്, ടാറ്റ ക്ലിക്കിലും ഉണ്ട്. ഇപ്പോൾ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. ഡീല് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. ഓക്കെ, അപ്പോൾ റിവ്യൂ വേണമെന്നുള്ളവർ പറയുക. താങ്ക് യു സോ മച്ച്.